ചോര പുരണ്ട ലാത്തി കെഴുകണ്ട പോലീസെ, പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ. കൊടിയേറ്റമാണ് നടന്നത്, വെടിക്കെട്ട് നടക്കാനിരിക്കുകയാണ്. എന്താണെന്നല്ലേ? പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP-യെയും കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ അടക്കമുള്ള UDF പ്രവർത്തകരെയും അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചിരിക്കുകയാണ്. DYSP-മാരായ ഹരിപ്രസാദിന്റെയും K സുനിൽകുമാറിന്റെയും നേതൃത്വത്തിലാണ് പോലീസ് അക്രമം അഴിച്ചുവിട്ടത്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ? 40 വർഷത്തിന് ശേഷം പേരാമ്പ്ര CKG കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകൻ ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിച്ചു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് KSUക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരു ദിവസമാണ്. എന്താണെന്നല്ലേ? പേരാമ്പ്ര CKG കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന യാത്രാവകാശ സംരക്ഷണ പോരാട്ടത്തിനിടെ ജീവൻ ത്യജിച്ച അറക്കൽ സിജുവിന്റെ ധീര രക്തസാക്ഷി ദിനത്തിലാണ് ഇത്തവണ കാലിക്കറ്റ് സർവകലാശാലയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. അറക്കൽ സിജു പഠിച്ചിരുന്ന പേരാമ്പ്ര CKG കോളേജിൽ അറക്കൽ സിജു KSUവിന് വേണ്ടി തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയ പേരാമ്പ്ര CKG കോളേജിനകത്ത് 40 വർഷത്തിന് ശേഷം ചെയർമാൻ സ്ഥാനം KSU പിടിച്ചെടുത്തത് CPM-കാർക്കും DYFI-ക്കാർക്കും SFI-ക്കാർക്കും സഹിച്ചില്ല. 3 തവണ അവർ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടു. 3 തവണ റീകൗണ്ടിംഗ് നടത്തി KSUവിന്റെ വിജയം ഉറപ്പിച്ചു. ഇതിനു പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തിയ KSU പ്രവർത്തകരെ പേരാമ്പ്ര മാർക്കറ്റിന് സമീപം വെച്ച് പോലീസ് തടയുകയും CPM-കാർക്ക് ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി നൽകുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ നേതാവ് അടക്കമുള്ളവർക്ക് ഈ പോലീസിന്റെ അക്രമത്തിലും CPM-കാരുടെ കല്ലേറലും പരിക്കേറ്റു. തുടർന്നാണ് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പിറ്റേ ദിവസം സംഘടിപ്പിച്ചത്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകന്മാർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. വലിയ പോലീസ് സന്നാഹം ഈ നിലയുറപ്പിച്ചു. പേരാമ്പ്രയിൽ വെച്ച് പ്രതിഷേധം UDF-ന്റെ പ്രതിഷേധ യോഗം പ്രതിഷേധ പ്രകടനം തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്ത് മർദ്ദിക്കുകയായിരുന്നു. എന്താണ് കാരണമെന്നല്ലേ? ഷാഫി CPM-കാരുടെ കണ്ണിലെ കരടായിട്ട് നാളുകൾ ഏറെയായി. വടകരയിൽ KK ശൈലജയെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഷാഫിയെ ഏത് വിധേനയും ടാർഗറ്റ് ചെയ്യുകയാണ് CPM. ഇതിന്റെ ഭാഗമായിട്ടാണ് കാക്കിയിട്ട സഖാക്കളെ ഉപയോഗിച്ച് കാക്കിക്കുള്ളിലെ CPM-കാരെ ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിക്കുകയും മൂക്കിന് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്തത്. ഷാഫി കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് ICU-വിൽ തുടരുകയാണ്. കാക്കിയിട്ട പോലീസുകാരോട്, കാക്കിയിട്ട സഖാക്കളോട് വളരെ കൃത്യമായി പേരാമ്പ്രയിലെയും കോഴിക്കോട്ടെയും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് പേരാമ്പ്രയിൽ തിരിച്ചടിക്കാൻ ഒരു പ്രശ്നവുമില്ല. അത് പോലീസിനെ ആണെങ്കിൽ പോലീസിനെ, CPM-നെ ആണെങ്കിൽ CPM-നെ തിരിച്ചടിക്കാനുള്ള സംഘടനാ ശേഷി പേരാമ്പ്രയിൽ കോൺഗ്രസിനുണ്ട് എന്ന് CPM-ന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാതിരിക്കുന്നതാണ് CPM-ന് നല്ലത്. മറ്റൊന്ന് പോലീസിനോടാണ്. നിങ്ങളുടെ ഗുണ്ടാപ്പണി CPM-ന് വേണ്ടി എടുക്കുന്നത് 4ാം കിട രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് AKG സെന്ററിൽ നിന്നല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായാൽ മതി. എന്തായാലും ഷാഫി പറമ്പിലിനെ ആക്രമിച്ച, ഷാഫി പറമ്പിലിനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡൽഹിയിൽ കുറച്ചു ദിവസം കയറി ഇറങ്ങാം. കാരണം ഷാഫി MP ആണ്. ലോക്സഭാ സ്പീക്കർ ഇടപെടും. ഷാഫിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് തീഹാർ ജയിലിൽ കിടക്കാനുള്ള യോഗം എന്തായാലും പോലീസുകാർക്കുണ്ട്. ഷാഫിയെ അടിച്ചു, യൂത്ത് കോൺഗ്രസിനെയും ആക്രമിച്ചും കോൺഗ്രസിന്റെ സമരവീര്യം ഇല്ലാതാക്കാമെന്ന് DYSP ഹരിപ്രസാദും സുനിൽകുമാറും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് കോഴിക്കോട്ടെ പേരാമ്പ്രയിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ്. അടിക്ക് തിരിച്ചടിയുണ്ടാകും, ശക്തമായ പ്രതിഷേധം ഉണ്ടാകും.